എറണാകുളം മുണ്ടംവേലിയിൽ ഗ്യാസ് ഏജൻസി ജീവനക്കാർക്ക് നേരെ കത്തി ഉപയോഗിച്ച് ആക്രമണം. സൂപ്പർ ഫ്ലൈംസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഗ്യാസ് ഏജൻസി അടച്ചിട്ട് തൊഴിലാളികൾ പ്രതിഷേധിക്കുകയാണ്. പ്രതി അറക്കൽ ഡെന്നിസ് എന്നയാളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന്. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, എന്താണ് ഈ സംഭവം? എന്തിനാണ് ജീവനക്കാരെ മർദ്ദിച്ചത്? എപ്പോൾ അതിനുശേഷം അയാൾക്കെതിരെ നടപടിയും ഉണ്ടായിട്ടില്ലേ? മധു, ഈ മുണ്ടംവേലിയിലുള്ള സൂപ്പർ ഫ്ലെയിംസ് എന്ന ഗ്യാസ് ഏജൻസിയിലെ ജീവനക്കാർക്കും മാനേജർക്കും നേരെയാണ് കഴിഞ്ഞ ദിവസം ഈ ആക്രമണം ഉണ്ടായത്. ഈ പ്രതി എന്ന് പറയുന്ന അറക്കൽ ഡെന്നിസ്, ഇയാൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ ചില ജീവനക്കാരുമായി ചില സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇയാളുടെ കുടുംബം അറിയിച്ചതിനെ തുടർന്ന് അന്ന് ഈ കേസിൽ നിന്നും അയാളെ ഒഴിവാക്കി വിടുകയായിരുന്നു. അതിനുശേഷം ആ സംഭവം നടന്നൊരു 6 ദിവസങ്ങൾക്ക് ശേഷം ഇവിടുത്തെ തന്നെ ഒരു ജീവനക്കാരനെ അയാൾ ഒരു മാരകായുധം ഉപയോഗിച്ച് ആക്രമിച്ചിരുന്നു. അന്ന് ആ ജീവനക്കാരെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ഇപ്പോൾ ഇയാൾ അപ്രതീക്ഷിതമായി ഗ്യാസ് ഏജൻസിയുടെ ഓഫീസിനകത്തേക്ക് വന്ന് ഇവർക്ക് നേരെ ആക്രമണം നടത്തുന്നത്. കത്തി ഉപയോഗിച്ച് കുത്താൻ ശ്രമിക്കുകയായിരുന്നു. മാനേജറും ജീവനക്കാർക്കും നേരെയാണ് അതിക്രമം നടന്നത്. ഇപ്പോൾ ഇവർ ഈ സംഭവത്തിൽ പോലീസ് കൃത്യമായ നടപടി എടുക്കുന്നില്ല എന്നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ ഇവിടെ ഈ ഗ്യാസ് ഏജൻസി അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധം നടത്തുന്നത്. ഇന്നലെ ഈ പ്രതിയെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ നിന്ന് വിട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ്. അപ്പോൾ ഇന്നലെ ശരിക്കും എന്തായിട്ടാണ് നടന്നത്? ഇന്നലൊരു 9:30 മണി കഴിഞ്ഞ ശേഷം ഞാൻ വണ്ടിയുമായി ഇവിടെ എത്തുന്ന സമയത്ത് അകത്തേക്ക് ചെല്ലുമ്പോൾ അകത്ത് ഭയങ്കര ബഹളമാണ് കേൾക്കുന്നത്. ഓടി അകത്തേക്ക് വന്നപ്പോഴത്തേക്കും ഒരു ചേച്ചിയെ ക്യാബിനിലകത്ത് ചേച്ചിയും ഇയാളും കൂടി നിൽക്കേണ്ട സീനാണ് കണ്ടത്. സംഭവം എന്താണെന്ന് എനിക്ക് അപ്പോഴും അറിയില്ല. ഞാൻ ഓടിച്ചെന്ന് ഇയാളെ വലിച്ചു മാറ്റുമ്പോഴാണ് ഈ പ്രതിയാണെന്ന് നമുക്ക് കാര്യം വേണ്ടിയിട്ട് ഞാൻ പിടിച്ചു മാറ്റലും അയാൾ എന്നെ കത്തിയായിട്ട് കുത്താൻ വേണ്ടി വരലും ആ ചേച്ചിയാണ് പിന്നെ അയാളെ തള്ളി ബാക്കോട്ട് മാറ്റിയത്. അതിനു മുമ്പ് മാനേജറെ കുത്താൻ വേണ്ടിയാണ് അയാൾ ക്യാബിനിലേക്ക് കത്തിയായിട്ട് ഓടിക്കേറിയത്. മാനേജർ ക്യാബിൻ്റെ അകത്തുകൂടി ഓടി രക്ഷപ്പെട്ട കാരണം മാനേജർക്ക് കുത്തേക്കാതെ രക്ഷപ്പെട്ടു. ഈ പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടിയിരുന്നോ? ഇല്ല, ഈ സംഭവത്തിൽ ഞാൻ ഇവിടുന്ന് അപ്പം തന്നെ എൻ്റെ വണ്ടി എടുത്ത് നേരെ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ സ്റ്റേഷനിൽ പ്രതി ഓൾറെഡി അവിടെ വിസിറ്റർ റൂമിൽ ഇരിക്കുന്നു. അത് നമ്മളെന്താ മനസ്സിലാക്കുന്നത്? അവിടെ നമുക്ക് അത്രയും എന്തോ ഒരു പ്ലാന്റഡ് പരിപാടി പോലെയാണ്. നമുക്കും പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ പോലീസ് വിട്ടുവല്ലേ? പ്രതി ഒരു മാനസിക രോഗിയാണെന്ന് അടുത്തി തീർത്തിട്ടാണ് അങ്ങനെ വിട്ടിരിക്കുന്നത്. കാരണം 3ാമത്തെ അറ്റംപ്റ്റാണ് നമുക്ക് നടക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെ എന്ത് പ്രതീക്ഷയിൽ നമ്മൾ ജോലിക്ക് ഇറങ്ങും? എല്ലാവരും ഒറ്റയായിട്ട് പണിയെടുക്കുന്ന വ്യക്തികളാണ്. ഈ 6 മാസം മുമ്പും പ്രതി ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഞാൻ 35 വർഷമായിട്ട് വർക്ക് ചെയ്യണം. ഞാൻ മുണ്ടംവേലി ഏരിയ സപ്ലൈ ചെയ്തിട്ടുമ്പോൾ എന്നെ അയാൾ പുറകിൽ നിന്ന് വന്നിട്ട് ഒരു സിലിണ്ടർ തടുത്ത് എഴുതിക്കൊണ്ട് എന്നെ ആഫ്റ്റർ 7 പറഞ്ഞിട്ട് നേരെ താക്കോൽ എന്ന് പറഞ്ഞ കൂടാൻ പറ്റിയത് ഇവിടെ 3-4 സ്റ്റിച്ചിട്ട് മെഡിക്കൽ റെസ്റ്റിൽ കിടക്കുകയായിരുന്നു. 10-15 ദിവസം ഞാൻ ലീവ് ആയിരുന്നു. ഇയാളിങ്ങനെ ഈ നേരത്തെ ഉണ്ടായ പ്രശ്നത്തിന്റെ വൈരാഗ്യത്തിൽ തന്നെയാണോ ഇയാളിപ്പോൾ ഇന്നലെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്? തീർച്ചയായും നമ്മൾ ആ കൊടുത്ത ഒരു കേസിന്റെ ഒരു ഹിയറിംഗ് എന്തോ ആയിരുന്നു ഇന്നലെ. അത് കഴിഞ്ഞ് വന്ന ശേഷമാണ് പുള്ളി നമ്മൾ ആ ഒരു കേസിന്റെ ഒരു ബലം പോകാൻ വേണ്ടി ഒരു മാനസിക രോഗിയായിട്ട് അഭിനയിച്ച് വന്നിട്ട് നമുക്കിട്ട് നിങ്ങളുടെ ഒരു ആവശ്യം പ്രതിക്കെതിരെ ഒരു കൃത്യമായ നടപടി എടുക്കുക എന്ന് തന്നെയാണ്. തീർച്ചയായും നമുക്ക് പ്രതിയെ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരിക, അതൊരു സമരം തുടരാണ് ഞങ്ങൾ തീരുമാനം. ഏതായാലും മധു, ഒരു സമരത്തിലേക്ക് തന്നെയാണ് ഇവർ പോകുന്നത്. ഈ ഏജൻസി അടച്ചിട്ട് തന്നെയാണ് ഇവിടുത്തെ ജീവനക്കാർ മുഴുവൻ പ്രതിഷേധിക്കുന്നത്. പ്രതിക്കെതിരെ കൃത്യമായ ഒരു നടപടി പോലീസ് എടുക്കുക എന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. കാരണം കത്തി ഉപയോഗിച്ച് വലിയ ആക്രമണമായിരുന്നു ഇന്നലെ നടത്തി. CCTV ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണ്. പക്ഷേ ഈ പ്രതിക്ക് മാനസിക അസ്വസ്ഥം ഉണ്ടെന്ന് പറഞ്ഞാണ് പ്രതിയെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്. അപ്പോൾ അങ്ങനെ വിടാൻ പറ്റില്ല. കൃത്യമായ നടപടി, പ്രത്യേകിച്ച് ഈ മാനസികാസ്വാസ്ഥ്യം അഭിനയിക്കുന്നതാണെന്നാണ് ഇവർ പറയുന്നത്. തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കത്തിയുമായി മാരകായുധമൊക്കെ ആയിട്ടാണ് ഓഫീസിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും അവർക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന പ്രതി വീണ്ടും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതിൽ തന്നെയാണ് അവരുടെ ആശങ്കയും.